ഒരു അതിരാവിലെ കനത്ത മഴ. ഒരു സ്വകാര്യ വിമാനം റൺവേ കാണാനാവാതെ ഇങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. അതിനുള്ളിൽ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളും. അതെ. മിനിറ്റുകൾക്കുള്ളിൽ ആ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു തീഗോളമായി അത് നിലംപതിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു ദാരുണമായ വിമാനാപകടം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ചെല്ലുന്തോറും ഈ അപകടത്തിന്റെ പുകമറയ്ക്കുള്ളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ആ വിമാനാപകടത്തെക്കുറിച്ചാണ്. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചതിനും ചാനലുകളിൽ കണ്ടതിനും അപ്പുറം ശരിക്കും പറഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്തതെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെ, നമ്മളിവിടെ കേവലം വാർത്ത അവലോകനം ചെയ്യുകയല്ല. അല്ല, പകരം പുറത്തുവന്ന വിവരങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് വെച്ച് അതിലെ വിടവുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അജിത് പവാറിന്റെ മരണം ഒരു അപകടം മാത്രമായിരുന്നോ? അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ദുരന്തമായിരുന്നോ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോ ആദ്യം നമുക്ക് ആ ദിവസത്തേക്ക് തന്നെ പോകാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഔദ്യോഗികമായി നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? സംഭവം നടന്ന ദിവസം രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് 10 മിനിറ്റായി കാണും. അജിത് പവാർ അടക്കമുള്ളവരുമായി വിമാനം മുംബൈയിൽ നിന്ന് പറന്നുയർന്നു. ലക്ഷ്യം ബാരാമതി, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം. അതെ, ഏകദേശം 8:45 വിമാനം ബാരാമതി എയർപോർട്ടിന് മുകളിലെത്തി. ഇവിടെയാണ് ശരിക്കും കാര്യങ്ങളുടെ തുടക്കം. ഓക്കെ. പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് കനത്ത മഴ കാരണം റൺവേ വ്യക്തമായി കാണുന്നില്ല എന്നാണ്. ഒരു മിനിറ്റ്, ഈ ബാരാമതി എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ എയർപോർട്ടൊന്നുമല്ലല്ലോ. അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഉള്ളത്? അതായത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വലിയ എയർപോർട്ടുകളിലെ പോലെ 24 മണിക്കൂറും വിമാനങ്ങളെ റഡാർ ഉപയോഗിച്ച് നിയന്ത്രിക്കാനോ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഒരു ടവർ സംവിധാനം അവിടെയില്ല. അത് ശരി. അപ്പൊ പൈലറ്റ് സ്വന്തം കഴിവിനെ ആശ്രയിക്കണം? അതെ, പൈലറ്റ് പ്രധാനമായും സ്വന്തം കഴിവിനെയും കാഴ്ചയെയും ആശ്രയിച്ചാണ് ലാൻഡ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മോശം കാലാവസ്ഥയിൽ ഇത് എത്രത്തോളം അപകടകരമാണെന്ന്. അപ്പോൾ പൈലറ്റ് ലാൻഡിങ്ങിനൊരു ശ്രമം നടത്തി, പക്ഷെ പരാജയപ്പെട്ടു അല്ലേ? ഇതിനെ വ്യോമയാന ഭാഷയിൽ ഗോ അറൗണ്ട് എന്നാണല്ലോ പറയുന്നത്. അതെ അതെ, ആദ്യ ശ്രമം സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അദ്ദേഹം വിമാനം വീണ്ടും ഉയർത്തി. കുറച്ചു സമയത്തിനു ശേഷം രണ്ടാമത് ലാൻഡിങ്ങിന് ശ്രമിച്ചു. ഇത്തവണ പൈലറ്റ് അറിയിച്ചത് കാലാവസ്ഥ മെച്ചപ്പെട്ടു, റൺവേ കാണാം, ലാൻഡ് ചെയ്യാൻ അനുമതി വേണം എന്നാണ്. ഓക്കെ, അനുമതി കിട്ടിയോ? അനുമതി ലഭിച്ച് വെറും 90 സെക്കൻഡുകൾക്കുള്ളിൽ. 90 സെക്കൻഡ്? അതെ, അത്രയും സമയത്തിനുള്ളിൽ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. തൊട്ടടുത്തുള്ളൊരു ഹൈവേയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം ശരിക്കും ഭയാനകമായിരുന്നു. ഞാൻ കണ്ടിരുന്നു അത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ഒരു തീഗോളമായി താഴേക്ക് കൂപ്പുകുത്തുന്നത്. അതെ, അതിൽ വ്യക്തമായിരുന്നു. ഓക്കെ, അപ്പോ ഔദ്യോഗിക വിശദീകരണം മോശം കാലാവസ്ഥ. പക്ഷേ ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ സംശയം വരുന്നത്. അന്വേഷണ ഏജൻസിയായ DGCAയും വിമാന കമ്പനിയും പറയുന്നത് പരസ്പരം യോജിക്കാത്ത കാര്യങ്ങളാണല്ലോ. അതെ, ഇവിടെയാണ് കഥയുടെ ആദ്യത്തെ ട്വിസ്റ്റ്. DGCA, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയിലെ പ്രധാന അന്വേഷണ ഏജൻസി. അതെ, അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ലാൻഡിങ്ങിന് അനുമതി കിട്ടിയതിനു ശേഷം ആ അവസാന നിമിഷങ്ങളിൽ വിമാനത്തിന് ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു എന്നാണ്. സിവിയർ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി, ഈ വാക്കുകളാണ് അവരുപയോഗിച്ചത്. എന്തോ കാര്യമായ എഞ്ചിൻ പ്രശ്നമുണ്ടായി, അത് ആടിയുലയാൻ തുടങ്ങി എന്നൊക്കെയാണ് സൂചന. എന്നാൽ വിമാന കമ്പനിയായ VSR വെഞ്ചേഴ്സ് ഈ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണല്ലോ. അവർ പറയുന്നത് തങ്ങളുടെ വിമാനത്തിനും പൈലറ്റുമാർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നാണ്. തീർച്ചയായും, വിമാന കമ്പനിയുടെ വാദം വളരെ ശക്തമാണ്. വിമാനത്തിന് ഒരു തരത്തിലുമുള്ള സാങ്കേതിക തകരാറുകളും ഇല്ലായിരുന്നു, അത് ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിച്ചിരുന്നുവെന്ന്. എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അതെ, അതിലും പ്രധാനപ്പെട്ട കാര്യം പൈലറ്റുമാരുടെ പരിചയസമ്പത്താണ്. 2 പൈലറ്റുമാരും 10,000-കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തിയവരാണ്. 10,000-കണക്കിന് മണിക്കൂറുകളോ? അതെ, അതിൽ പ്രധാന പൈലറ്റിന് 16,000 മണിക്കൂറിലധികം ഫ്ലൈയിംഗ് പരിചയമുണ്ട്. ഒന്നോർക്കണം, അത്രയും അനുഭവ സമ്പത്തുള്ള ഒരു പൈലറ്റിന് മോശം കാലാവസ്ഥയിൽ ഒരു ലാൻഡിംഗ് പിഴക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ DGCA പറയുന്നത് ശരി, അവസാന നിമിഷം വിമാനത്തിന് എന്തോ പന്തികേട് പറ്റി. അല്ലെങ്കിൽ
അല്ലെങ്കിൽ വിമാന കമ്പനി പറയുന്നത് ശരി, വിമാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തേതാണ് ശരിയെങ്കിൽ പിന്നെങ്ങനെയാണ് ആ വിമാനം തകർന്നു വീണത്? ഈ ആശയക്കുഴപ്പത്തിലേക്കാണ് രാഷ്ട്രീയത്തിലെ ചില വലിയ പേരുകൾ എടുത്തുചാടുന്നത്. അതെ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവന ഒരു തീപ്പൊരി പോലെയാണ് വന്നു വീണത്. അതൊരു സാധാരണ രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല. അപകടത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അജിത് പവാർ BJP സഖ്യം വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വരാൻ ചർച്ചകൾ നടത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഓക്കെ, ആ ഒരു പശ്ചാത്തലമുണ്ട്. അതെ, ഇതിനു പിന്നാലെ നടന്ന അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവർ തുറന്നടിച്ചു. അവര് പറഞ്ഞത് എല്ലാ ഏജൻസികളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു ആരോപണമല്ലേ? വളരെ ഗൗരവമുള്ള ആരോപണമാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ സുരക്ഷിതരല്ലെന്നും അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നും അവരാവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെപ്പോലുള്ള മറ്റു നേതാക്കളും ഈ ആവശ്യം ഏറ്റുപിടിച്ചു. അതോടെ ഇതൊരു സാധാരണ അപകടമെന്ന നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന ചർച്ചയിലേക്ക് വഴിമാറി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ശരത് പവാറിന്റെ പ്രതികരണമാണ്. അജിത് പവാറിന്റെ സ്വന്തം അമ്മാവൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായൻ. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദാരുണമായ അപകടം മാത്രമാണെന്നും ഇതിൽ ഗൂഢാലോചനയൊന്നും സംശയിക്കുന്നില്ലെന്നുമാണ്. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയില്ലേ? തീർച്ചയായും. ഒരേ കുടുംബത്തിലെ എന്നാൽ രാഷ്ട്രീയമായി എതിർചേരിയിലുള്ള ആൾ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധു തന്നെ അത് നിഷേധിക്കുന്നു. പ്രേക്ഷകരെ ഇത് കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കും. ഒരുപക്ഷേ കുടുംബത്തിനുണ്ടായ ആഘാതത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചതാകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊന്നും സംശയിക്കാൻ തക്ക കാരണങ്ങളില്ലാത്തതുകൊണ്ടാകാം. കാരണം എന്തു തന്നെയായാലും ഈ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി. അതെ. ഇനി നമുക്ക് അപകടത്തിൽപ്പെട്ട ആ വിമാനത്തിലേക്ക് വരാം. ബോംബാർഡിയർ ലിയർജെറ്റ് 45. ഇതൊരു സാധാരണ ബിസിനസ് ജെറ്റ് അല്ലേ? പക്ഷേ നിങ്ങൾ തന്ന വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ മോഡൽ വിമാനത്തിന് അപകടങ്ങളുടെ ഒരു ഇരുണ്ട ചരിത്രമുണ്ടല്ലേ? അതെ, ഇവിടെയാണ് ഈ സംഭവം കൂടുതൽ ഭയാനകമാകുന്നത്. ഈ പ്രത്യേക മോഡലിന്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ല. നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ യാദൃച്ഛികമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കഴിഞ്ഞ വർഷം 2023 മെക്സിക്കോയിൽ ഇതേ മോഡൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി രണ്ടായി പിളർന്നു. രണ്ടായി പിളർന്നോ? അതെ. ഭാഗ്യത്തിനന്ന് ആരും മരിച്ചില്ല. അതേ വർഷം സെപ്റ്റംബറിൽ നമ്മുടെ മുംബൈ എയർപോർട്ടിലെ ലാൻഡിങ്ങിനിടെ മറ്റൊരു ലിയർജെറ്റ് 45 റൺവേയിൽ നിന്ന് തെന്നിമാറി രണ്ടായി പിളർന്ന് തീപിടിച്ചു. അന്നും കാരണം മോശം കാലാവസ്ഥ എന്നായിരുന്നോ? അതെ, അന്നും ഔദ്യോഗിക കാരണം മോശം കാലാവസ്ഥയായിരുന്നു. ഒന്നു നിൽക്കൂ, നിങ്ങൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് മൂന്നാമത്തെ ലിയർജെറ്റ് 45 അപകടമാണെന്നാണോ? ഒരേ കാരണം മോശം കാലാവസ്ഥ, ഒരേ ഫലം വിമാനം രണ്ടായി പിളർന്നു. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കഥ അവിടെ തീരുന്നില്ല. 2008 മെക്സിക്കോ സിറ്റിയിൽ സംഭവിച്ച അപകടം ഇതിലും വലുതായിരുന്നു. ഓക്കെ. രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും മറ്റ് 8 പേരുമാണെന്ന് കൊല്ലപ്പെട്ടത്. അതും ഈ ലിയർജെറ്റ് 45 ആയിരുന്നു. നഗരത്തിന് മുകളിൽ വെച്ച് വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ തിരക്കേറിയ റോഡിലേക്കാണത് കൂപ്പുകുത്തിയത്. ദൈവമേ. ഇനി 2003 പോയാൽ ഇറ്റലിയിലെ മിലാനിൽ നിന്ന് പറന്നുയർന്ന യുഡൻ ഒരു കൂട്ടം പ്രാവുകളുമായി ഇടിച്ച് 2 എഞ്ചിനുകളും തകരാറിലായി ഒരു ലിയർജെറ്റ് 45 തകർന്നു. 2 പൈലറ്റുമാരും മരിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: അപകടങ്ങളുടെ ഇത്രയും വലിയൊരു ചരിത്രമുള്ള, സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രയേറെ സംശയങ്ങളുള്ള ഒരു വിമാനം തന്നെയാണോ യാദൃച്ഛികമായി അജിത് പവാറിന്റെ ഈ നിർണായക യാത്രയ്ക്കായി തെരഞ്ഞെടുത്തത്? ആ ചോദ്യമാണ് ഈ സംഭവത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഗതിവിഗതികൾ മാറ്റിമറിച്ച പല നേതാക്കളുടെയും അന്ത്യം ഇതുപോലുള്ള വിമാനാപകടങ്ങളിലായിരുന്നു. തീർച്ചയായും. 1980 സഞ്ജയ് ഗാന്ധിയുടെ മരണം, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ, പിൻഗാമിയെന്നെല്ലാവരും കരുതിയിരുന്ന നേതാവ് ഒരു പുതിയ വിമാനം പറത്തുന്നതിനിടെ ദില്ലിയിൽ വെച്ച് നിയന്ത്രണം വിട്ട് തകർന്നു വീണ് മരിച്ചു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പിന്നീട് 2001 മാധവറാവ് സിന്ധ്യ, കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിലൊരാൾ, ഉത്തർപ്രദേശിൽ വെച്ച് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. 2009 YS രാജശേഖര റെഡ്ഡി, അതെ, അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു.
ആ പട്ടിക അവിടെയും തീരുന്നില്ല. ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗി, ഹരിയാനയിലെ പ്രമുഖനായ ഓം പ്രകാശ് ജിൻഡാൽ, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ദോർജി ഖണ്ഡു, ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് 11 സൈനിക ഉദ്യോഗസ്ഥരും തമിഴ്നാട്ടിലെ കുന്നൂരിൽ വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു. ഓരോ അപകടത്തിനു ശേഷവും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഔദ്യോഗിക കാരണങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. മോശം കാലാവസ്ഥ, പൈലറ്റിന്റെ പിഴവൽ, സാങ്കേതിക തകരാർ. പക്ഷെ ചോദ്യമിതാണ്, ഇത്രയധികം പ്രമുഖർ തങ്ങളുടെ കരിയറിലെ നിർണായക സമയങ്ങളിൽ ഒരേ രീതിയിൽ ഇല്ലാതാകുന്നത് അത് കേവലം യാദൃശികമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുമോ? ഇതിനെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി കാണുമ്പോഴാണ് ചിത്രം കൂടുതൽ വ്യക്തമാവുന്നത്. ശരിയാണ്. BJPയുടെ പ്രമുഖ നേതാക്കളായിരുന്ന പ്രമോദ് മഹാജൻ, ഗോപിനാഥ് മുണ്ടെ എന്നിവരുടെ ദുരൂഹ മരണങ്ങൾക്ക് ശേഷം ഇപ്പോൾ അജിത് പവാറും അതേ പട്ടികയിൽ വരുന്നു. ഒരു പാറ്റേൺ പോലെ തോന്നുന്നുണ്ട്. അതെ, ഒരു പ്രത്യേക സംസ്ഥാനത്ത്, ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തരായ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതാകുന്നു. ഇതൊരു പാറ്റേൺ ആണോ എന്ന് പലരും സംശയിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന്, മോശം കാലാവസ്ഥ, നിയന്ത്രണ സംവിധാനങ്ങൾ കുറഞ്ഞ ഒരു എയർഫീൽഡ്. ഒരുപക്ഷേ പരിചയസമ്പന്നനായ പൈലറ്റിന് പോലും പിഴവ് സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ. അതെ, അതെല്ലാം ചേർന്നൊരു ദാരുണമായ അപകടം. 2, പരസ്പര വിരുദ്ധമായ ഔദ്യോഗിക മൊഴികൾ. അപകടങ്ങളുടെ മോശം ചരിത്രമുള്ള ഒരു വിമാനം, അപകടത്തിന് തൊട്ടു മുൻപ് പ്രചരിച്ച നിർണായകമായ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ. സമാനമായ രീതിയിൽ പ്രമുഖ നേതാക്കൾ മുൻപ് കൊല്ലപ്പെട്ടതിന്റെ ഒരു നീണ്ട ചരിത്രം. അതെ, ഇതെല്ലാം ചേർത്തുവെക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം. ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുകയാണ്. അവർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കും. അതിൽ നിന്ന് പൈലറ്റുമാരുടെ അവസാന സംഭാഷണങ്ങളും വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളും ലഭിച്ചേക്കാം. ഒരു പക്ഷേ അവരൊരു നിഗമനത്തിലെത്തുകയും ചെയ്യും. പക്ഷേ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ കളത്തിലെ ഒരു പ്രധാന കരു വെട്ടിമാറ്റപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമല്ല, ആരുടെ അഭാവം കൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് എന്നുകൂടിയാണ്. അതെ, ഒരു പക്ഷേ യഥാർത്ഥ ഉത്തരങ്ങൾ ആ വിമാനത്തിന്റെ കത്തിയമർന്ന അവശിഷ്ടങ്ങളിലായിരിക്കില്ല ഒളിഞ്ഞിരിക്കുന്നത്. മറിച്ച് അജിത് പവാറിന്റെ മരണം മഹാരാഷ്ട്രയുടെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും അധികാര ഇടനാഴികളിൽ സൃഷ്ടിച്ച ആ ശൂന്യതയിലായിരിക്കാം. ആ ശൂന്യത നികത്താൻ ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും പല ചോദ്യങ്ങളുടെയും ഉത്തരം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.